Hi all, welcome to another lecture of Mechanics of Fluids. So കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പിറ്റോട്ട് ട്യൂബിൻ്റെ ഒരു ബേസിക് വർക്കിംഗ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ബേസിക് ഐഡിയയും കൂടെ ഒരു ഓവറോൾ ഔട്ട്ലൈൻ ഇന്നും കൂടെ തരാം. സോ ദാറ്റ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പിറ്റോട്ട് ട്യൂബിലെ 2-3 പ്രോബ്ലംസ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. യൂണിവേഴ്സിറ്റി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പിറ്റോട്ട് ട്യൂബിൻ്റെ പ്രോബ്ലംസ് പൊതുവെ ചോദിക്കാറ് കണ്ടിട്ടില്ല. പക്ഷെ അഥവാ ചോദിച്ചാൽ തന്നെയും നിങ്ങൾക്കത് ചെയ്യാൻ മനസ്സിലാവണം എന്നുള്ള ധാരണയിൽ മാത്രമാണ് ഇന്നത്തെ ഒരു ക്ലാസ് നമ്മൾ പ്രോബ്ലംസിന് വേണ്ടിയിട്ട് മാത്രം ഇട്ടിട്ടുള്ളത്. സോ പിറ്റോട്ട് ട്യൂബിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു. പിറ്റോട്ട് ട്യൂബ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ഡിസ്ചാർജ് കാണാനോ അല്ലെങ്കിൽ ഫ്ലോയുടെ വെലോസിറ്റി കാണാനാണോ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്, അല്ലേ? സോ പിറ്റോട്ട് ട്യൂബ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു ഓപ്പണിംഗ് ഓറിഫൈസ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ അപ്സ്ട്രീം, അതായത് എൻ്റെ ഫ്ലൂയിഡിൻ്റെ ഫ്ലോ ഇങ്ങനെ ലെഫ്റ്റ് നിന്ന് റൈറ്റ് ആണെങ്കിൽ അപ്സ്ട്രീമിലേക്ക് ഒരു ഓറിഫൈസിൻ്റെ ഒരു എൻഡ് എന്ത് ഉണ്ടാവും, അതിനെ ഫേസ് ചെയ്തിട്ടുണ്ടാവും. മറ്റേ രണ്ടാമത്തെ എൻഡ് അറ്റ്മോസ്ഫിയറിലേക്ക് ഇങ്ങനെ ഓപ്പൺ ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. ഓക്കെ, ആൻഡ് പിറ്റോട്ട് ട്യൂബ് നമ്മൾ നോക്കുന്ന നേരത്ത് തൊട്ട് അടുത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു പീസോമീറ്റർ വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ട്, ഇവിടെ ഒരു പീസോമീറ്റർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്, നമുക്ക് സ്റ്റാറ്റിക് പ്രഷർ നമുക്ക് ഈ പീസോമീറ്ററിൽ കിട്ടും. സോ പിറ്റോട്ട് ട്യൂബിൽ നമുക്ക് കിട്ടുന്ന പ്രഷർ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഫ്ലോ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ ഫ്ലോയുടെ വെലോസിറ്റി 0 ആവും. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് കൈനറ്റിക് എനർജി എല്ലാം കൺവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഹെഡ് പൊട്ടൻഷ്യൽ എനർജി ആക്കിയിട്ട് മാറുമായിരിക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ ഫ്ലോയുടെ ഏറ്റവും അറ്റത്ത്, അതായത് ആ ഒരു മൂവ്മെൻ്റ് ഒന്നും ഇല്ലാത്ത സ്റ്റാറ്റിക് ആയിട്ടുള്ള കണ്ടീഷനിൽ ഫ്ലൂയിഡിൻ്റെ പ്രഷർ ഞാനൊരു പീസോമീറ്റർ വെച്ചാൽ സേ എനിക്കൊരു പർട്ടിക്കുലർ ഒരു ഹെഡ് കിട്ടി. സേ ലെറ്റ് ദാറ്റ് വാല്യൂ ബി സ്റ്റാറ്റിക് ഹെഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ക്യാപിറ്റൽ H എന്ന് പറയാം. സേ ദാറ്റ് ഈസ് സ്റ്റാറ്റിക് ഹെഡ്. ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നില്ല എങ്കിൽ അപ്പോൾ അതിനെയാണ് സ്റ്റാറ്റിക് ഹെഡ്. ഒരു പീസോമീറ്റർ വെച്ചാൽ കിട്ടും. അപ്പോൾ ഞാനൊരു പിറ്റോട്ട് ട്യൂബാണ് ഞാൻ കീപ്പ് ചെയ്യുന്നതെങ്കിൽ ഒരു ഫ്ലോ വരുമ്പോൾ എനിക്ക് സ്റ്റാറ്റിക് ഹെഡിനെക്കാട്ടിലും മുകളിലായിട്ടാണ് എനിക്ക് എന്ത് കിട്ടുക, അതിൻ്റെ കോളം ഹൈറ്റ് മുകളിലേക്ക് വരിക. എന്താ കാരണം? അപ്പോൾ ഇത്രയും ഹൈറ്റ് സ്റ്റാറ്റിക് ഹെഡിൻ്റെ ആണ്, അല്ലേ? ഇത്രയും ഹൈറ്റ്, ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഹെഡ് ആയിട്ടുള്ള H തന്നെയാണ്. അപ്പോൾ മറ്റേ ഇത്രയും ഹൈറ്റ് കൂടാനുള്ള കാരണം എന്താ? ആ ഫ്ലോയുടെ വെലോസിറ്റി വരുമ്പോൾ വെലോസിറ്റി ഇവിടെ എത്തുമ്പോൾ 0 ആവും. സോ വെലോസിറ്റി ഹെഡ് നേരെ എന്തായിട്ട് മാറും? അത് നമുക്ക് വെലോസിറ്റി ഹെഡ്, ഈ വെലോസിറ്റി കൺവേർട്ട് ചെയ്തിട്ട് നമുക്കിവിടെ എന്ത് ചെയ്യും, പൊട്ടൻഷ്യൽ എനർജിയുടെ ഹൈറ്റായിട്ട് നമുക്കിവിടെ എക്സ്ട്രാ കീപ്പപ്പ് ചെയ്യും. സോ ഇവിടെ നമുക്ക് ടോട്ടൽ ഹെഡ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാറ്റിക് ഹെഡ് പ്ലസ് ഈ ഡൈനാമിക് ഹെഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് സ്മോൾ ലെറ്റർ H വെച്ചിട്ട് പറയാം. ഓക്കെ, സോ കോമ്പിനേഷൻ ഓഫ് ദീസ് ടു, ഇതിൻ്റെ ടോട്ടൽ ഹെഡിനെയാണ് നമ്മൾ സ്റ്റാഗ്നേഷൻ ഹെഡ് എന്നോ അല്ലെങ്കിൽ പ്രഷറിൻ്റെ ടേംസിലാണെങ്കിൽ സ്റ്റാഗ്നേഷൻ പ്രഷർ എന്നൊക്കെ നമ്മൾ പറയും. സോ സ്റ്റാഗ്നേഷൻ ഹെഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ഹെഡും അതുപോലെ ഡൈനാമിക് ഹെഡും കൂടെ എന്താണ്, അതിൻ്റെ സമ്മിങ് ആണ് സ്റ്റാഗ്നേഷൻ ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഡൈനാമിക് ഹെഡ് H കിട്ടാൻ ഞാൻ എന്ത് ചെയ്താൽ മതി? സ്റ്റാഗ്നേഷൻ ഹെഡ് എനിക്ക് ഇവിടുന്ന് പിറ്റോട്ട് ട്യൂബിൽ നിന്ന് കിട്ടും, അല്ലേ? സ്റ്റാഗ്നേഷൻ ഹെഡിൽ നിന്ന് ഞാൻ എന്ത് സബ്ട്രാക്ട് ചെയ്യണം? സ്റ്റാറ്റിക് ഹെഡ് സബ്ട്രാക്ട് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? എനിക്ക് എൻ്റെ വെലോസിറ്റി ഹെഡായ സ്മോൾ ലെറ്റർ H കിട്ടും, അല്ലേ? H ഇവിടെ ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ, ടോട്ടൽ ഹെഡ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ H പ്ലസ് സ്മോൾ h ആണ്. സോ H പ്ലസ് H മൈനസ് ക്യാപിറ്റൽ H വിൽ ഗീവ് മീ സ്മോൾ h. സോ സ്റ്റാഗ്നേഷൻ ഹെഡിൽ നിന്ന് സ്റ്റാറ്റിക് ഹെഡ് കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡൈനാമിക് ഹെഡ് H കിട്ടും. അപ്പോൾ ഇവിടെ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു സെക്ഷൻ 1 കാണുന്നു, ഈ എൻട്രിയുടെ സെക്ഷന് നമ്മൾ സെക്ഷൻ 2 ആയിട്ട് കാണുന്നു. അപ്പോൾ സെക്ഷൻ 1ലും സെക്ഷൻ 2ലും ഞാൻ എന്ത് ചെയ്യുന്നു? ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യും. സോ ദാറ്റ് വാസ് P1 ബൈ റോ ജി പ്ലസ് V1 സ്ക്വയർ ബൈ 2g പ്ലസ് Z1 is equal to P2 ബൈ റോ ജി പ്ലസ് V2 സ്ക്വയർ ബൈ 2g പ്ലസ് Z2. ഇപ്പോൾ Z1ഉം Z2ഉം ഒബ്വിയസ്ലി ക്യാൻസൽ ആവും. നമ്മൾ ഒരേ ഹൈറ്റ് ആയിട്ട് ഡാറ്റം വരുന്നത്. ഇവിടെ എത്തുമ്പോൾ വെലോസിറ്റി 0 ആവുമെന്ന് പറഞ്ഞു. സോ V2 വിൽ ബിക്കം 0. സോ ഈ ടേം മൊത്തത്തിൽ എന്താവും? അത് കംപ്ലീറ്റ് 0 ആയതുകൊണ്ട് ആ ടേം കംപ്ലീറ്റ് ആയിട്ട് പോകും. പിന്നെ നമുക്ക് ബാക്കി എന്തേ വരുള്ളൂ? P1 ബൈ റോ ജി, that is the static head over here, that is capital H, plus V1 square by 2g, that is equal to P2 by rho g is the total stagnation head over here, that is capital H plus H.
സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ എച്ചും എച്ചും ക്യാൻസൽ ചെയ്താൽ ഐ ക്യാൻ സേ ദ വെലോസിറ്റി v1 is equal to root of 2gh. ഈ ഇക്വേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതായത് ഇതാണ് തിയറട്ടിക്കൽ വെലോസിറ്റി അല്ലെങ്കിൽ സെൻറ്റർ ലൈനിലുള്ള അതായത് യാതൊരുവിധ എനർജി ലോസസും ഇല്ലാതെ ആ ഫ്ലൂയിഡിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി, സെൻട്രൽ വെലോസിറ്റി എന്ന് വേണമെങ്കിൽ പറയാം, അത് √2gh ആണ്. പക്ഷെ ഒബ്വിയസ്ലി നമ്മൾ ഒരു ഫ്ലോ എടുക്കുമ്പോൾ അതിൻ്റേതായ ചില ഫ്രിക്ഷണൽ ഫാക്ടേഴ്സും ലോസസും എനർജി ലോസും കാര്യങ്ങളുണ്ടാവും. സോ നമ്മൾ പൊതുവെ ആക്ച്വൽ വെലോസിറ്റി എന്താണെന്ന് ചോദിച്ചാൽ വി ഫൈൻഡ് ഇറ്റ് ആസ് CV × √2gh എന്നൊരു ടേമാണ് നമ്മൾ പറയാറുള്ളത്, ആക്ച്വൽ വെലോസിറ്റി. ഇതിനെ വേണമെങ്കിൽ നമുക്ക് തിയറട്ടിക്കൽ വെലോസിറ്റി എന്നോ സെൻട്രൽ ലൈൻ വെലോസിറ്റി എന്ന് പറയാം. സോ ആക്ച്വൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ CV × √2gh എന്നാണ്. വാട്ട് ഈസ് CV എന്ന് പറഞ്ഞാൽ പിറ്റോട്ട് ട്യൂബുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹൈഡ്രോളിക് കോഎഫിഷ്യൻ്റ് ആണ് CV. ഇറ്റ് ഈസ് കോൾഡ് കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി. ഓക്കെ, നോർമലി CVയുടെ വാല്യൂ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 0.98 എന്നാണ് അതിൻ്റെ വാല്യൂ വരാറുള്ളത്. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ അത് പ്രത്യേകം തന്നിട്ടുണ്ടാവും. അഥവാ തന്നിട്ടില്ല എങ്കിൽ നമ്മൾ അതിൻ്റെ വാല്യൂ അറൗണ്ട് 0.98 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എടുക്കാറുള്ളത്. സോ CV എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ എഴുതാം, CV മീൻസ് ആക്ച്വൽ വെലോസിറ്റി, ദറ്റ് ഈസ് ദിസ് വൺ. അപ്പോൾ ഈ പാർട്ട് എന്താ, ഇത് തിയറട്ടിക്കൽ വെലോസിറ്റി, അതിനെ അടിയിൽ കൊണ്ടുവന്ന് എനിക്ക് CV കിട്ടും. സോ ആക്ച്വൽ വെലോസിറ്റി ബൈ തിയറട്ടിക്കൽ വെലോസിറ്റി ഐ വിൽ ഗെറ്റ് ദി കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി. ക്ലിയർ? അപ്പോൾ ഇത്രയും ബേസിക് ഇക്വേഷൻസ് ആണ് അറിയേണ്ടത്. അപ്പോൾ എനിക്ക് വെലോസിറ്റി കിട്ടാൻ പിറ്റോട്ട് ട്യൂബ് യൂസ് ചെയ്യാം. അത് മാത്രമല്ല, വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്തും കൂടെ കാണാം, എനിക്ക് ഡിസ്ചാർജ് കാണാം, Q കാണാം. കാരണം എന്താ, ഏരിയ ഇൻറ്റു വെലോസിറ്റി വിൽ ഗീവ് മീ ദി ഡിസ്ചാർജ് അല്ലേ. അപ്പോൾ ഏരിയനെ കൊണ്ട് വെലോസിറ്റി മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് ഡിസ്ചാർജും കാണും. സോ പിറ്റോട്ട് ട്യൂബിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ വെലോസിറ്റി കാണാനും അതുപോലെ ഡിസ്ചാർജ് കാണാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. സോ ഇതാണ് ഓവറോൾ പിറ്റോട്ട് ട്യൂബിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. Now we will look on to some very few problems. So here is our first problem. A pitot static tube placed in the center of a 300 mm pipeline has one orifice pointing upstream and other perpendicular to it. The mean velocity in the pipe is 0.80 of the central velocity. Find the discharge through the pipe if the pressure difference between the two orifices is 60 millimeters of water. Take the coefficient of pitot tube as CV equaling 0.98. So hope you have gone through the first question. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത് ഒരു പിറ്റോട്ട് ട്യൂബ് ഉണ്ട്. ഓക്കെ, പിറ്റോട്ട് ട്യൂബ് അല്ല, പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബ് പറയുമ്പോൾ സെൻറ്ററിൽ കൂടെ ഒരു ഓറിഫൈസ് ഉണ്ടാവും, പിന്നെ അതിൻ്റെ ചുറ്റുവട്ടത്തും പുറത്തു കൂടെയും എന്തുണ്ടാവും, കുറച്ച് ഹോൾസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ സ്റ്റാറ്റിക് ഹെഡും അതുപോലെ സ്റ്റാഗ്നേഷൻ ഹെഡും എല്ലാം എനിക്ക് എന്ത് കിട്ടും, പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബിൽ കിട്ടും. അപ്പോൾ ഒരു പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബ് ഉണ്ട്. അത് ഇറ്റ് ഈസ് കെപ്റ്റ് അറ്റ് ദ സെൻറ്റർ. ആ ഒരു പൈപ്പിൻ്റെ സെൻറ്ററിലാണ് വെച്ചിട്ടുള്ളത്. ആ പൈപ്പിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്, ഡയമീറ്റർ ഈസ് ഗിവൺ ആസ് 300 millimeters. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഫേസിങ് ദി അപ്സ്ട്രീം. അതായത് ഫ്ലോ ഇങ്ങനെയാണ് നടക്കുന്നത്, അതിൽ അപ്സ്ട്രീമിലേക്ക് ഫോക്കസ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ആൻഡ് അതർ എൻഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്. നമുക്കറിയാലോ എന്താണ് പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബ്, നമ്മൾ പഠിച്ചതാണ്. ഇനി അവർ പറയുന്നുണ്ട് ദ മീൻ വെലോസിറ്റി ഓഫ് ദ പൈപ്പ് ഈസ് 0.8 times ദി സെൻട്രൽ വെലോസിറ്റി. അപ്പോൾ നമുക്കറിയാം ഒരു പൈപ്പ് കൂടെ ഫ്ലോ നടക്കുമ്പോൾ സെൻറ്ററിലായിരിക്കും ഏറ്റവും കൂടുതൽ വെലോസിറ്റി ഉണ്ടാവുക. കാരണം ഇതിൻ്റെ ബൗണ്ടറി, ഇത് ഇപ്പോൾ പൈപ്പിൻ്റെ ബൗണ്ടറിയാണ്, ഇതാ ഈ കാണുന്ന ഏരിയ അല്ലേ. അതുപോലെ ഇവിടെ അതിൻ്റെ താഴെ ബൗണ്ടറി ഇതാണ്. അപ്പോൾ ഈ ബൗണ്ടറിയിൽ എപ്പോഴും ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. അതിങ്ങനെ ബൗണ്ടറിയിൽ നിന്ന് മാറുന്നതനുസരിച്ച് മാറി പോകുന്നതനുസരിച്ച് അതിൻ്റെ സെൻറ്ററിലേക്ക് എത്തുമ്പോഴേക്ക് ആ റെസിസ്റ്റൻസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ പൈപ്പിൻ്റെ വെലോസിറ്റി എന്ന് പറയുമ്പോൾ സെൻട്രൽ കൂടെയുള്ള വെലോസിറ്റി വളരെ ഹൈ ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ ബൗണ്ടറീൻ്റെ അടുത്തുള്ള വെലോസിറ്റി നോക്കിയാൽ സെൻട്രലിൻ്റെ വെലോസിറ്റീൻ്റെ അത്ര എത്തില്ല. സോ നമ്മളെപ്പോഴും ഒരു മീൻ വെലോസിറ്റിയാണ് എടുക്കാറ്. അപ്പോൾ എന്തൊക്കെയാണ് ആ മീൻ വെലോസിറ്റി, അതെങ്ങനെയാണ് കാണുക, അതിൻ്റെ ഇക്വേഷനൊക്കെ നമ്മൾ അടുത്ത മൊഡ്യൂൾ നമ്പർ 4 വിശദമായിട്ട് പഠിക്കും. അപ്പോൾ നിങ്ങൾ തൽക്കാലം എത്ര മനസ്സിലാക്കുക, ഇതിൻ്റെ മീൻ വെലോസിറ്റി എന്ന് പറയുന്നത്, അതായത് നമ്മൾ ആവറേജ് എന്നുള്ള അർത്ഥത്തിൽ എടുക്കുന്ന ഒരു വെലോസിറ്റി ഉണ്ടാവും. അത് സെൻട്രൽ വെലോസിറ്റീൻ്റെ 80% 8.8 എന്നാണ് പറഞ്ഞത്. സോ ദാറ്റ് മീൻസ് 80% ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്.
Okay, now they have asked us to find the discharge of the pipe if the pressure difference between the two orifices. ഇവിടുത്തെ ഓറിഫേസ് എന്ന് പറഞ്ഞാൽ ഒന്ന് സെൻറ്ററിൽ കൂടെ ഒരു ഓറിഫേസ് ഉണ്ട്, പിന്നെ ഇതിൻ്റെ ചുറ്റുവട്ടത്തും പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബ് ആണല്ലോ, അപ്പോൾ ഇതിൻ്റെ ചുറ്റുവട്ടത്തും എന്തുണ്ട്, അടുത്ത ഓറിഫേസസ് ഉണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഹെഡ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗിവൺ 60 mm ഓഫ് വാട്ടർ, 60 mm ഓഫ് വാട്ടർ. എന്നിട്ട് അവർ പറഞ്ഞു ടേക്ക് ദ കോഎഫിഷ്യൻറ്റ് ഓഫ് പിറ്റോട്ട് ട്യൂബ്. പിറ്റോട്ട് ട്യൂബിലെ ഹൈഡ്രോളിക് കോഎഫിഷ്യൻ എന്ന് പറഞ്ഞാൽ CV ആണ്. ദേ ഹാവ് ആസ്ക്ഡ് us to take it as 0.98. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഡിസ്ചാർജ് ത്രൂ ദ പൈപ്പ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയിൽ ഞാൻ ജസ്റ്റ് ഡയഗ്രമാറ്റിക്കായി നിങ്ങൾക്ക് കാണിച്ചെന്നേ ഉള്ളൂ. നമുക്ക് തന്ന കാര്യങ്ങൾ ആദ്യം എഴുതിയേക്കാം. എനിക്ക് ഡയമീറ്റർ തന്നിട്ടുള്ളത് എത്രയാണ്, ഇറ്റ് ഈസ് 300 millimeters. 300 millimeters എന്ന് പറഞ്ഞാൽ 0.3 മീറ്ററാണ്. ഓക്കെ, ഹെഡ് എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത്, ഈ ഹെഡിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി √2GH ഡൈനാമിക് ഹെഡാണ് കേട്ടോ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ ഹെഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് 60 millimeters ഓഫ് വാട്ടർ. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പോൾ എൻ്റെ ഇവിടെ പൈപ്പ് കൂടെ ഫ്ലോ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ലിക്വിഡ് ഐറ്റംസ് ആണെങ്കിൽ, ലിക്വിഡ് ടൈപ്പുള്ള സ്റ്റേറ്റിലുള്ള മാറ്റേഴ്സ് ആണെങ്കിൽ ഞാൻ എപ്പോഴും ഹെഡിനെ വാട്ടറിൻ്റെ ടേംസിൽ തന്നെയാണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. അല്ലാത്തതാണെങ്കിൽ എനിക്ക് കിട്ടുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ X ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം Xനെ എങ്ങനെയാണ് H ആക്കിയിട്ട് മാറ്റേണ്ടത് അല്ലേ. അപ്പോൾ എനിക്ക് ഇവിടെ പോകുന്നത് വാട്ടറാണ്, എന്നിട്ട് എനിക്ക് തരുന്നത് വാട്ടറിൻ്റെ ഹെഡിൽ തന്നെയാണെങ്കിൽ ദർ ഈസ് നോ പ്രോബ്ലം. അതല്ല എനിക്കിവിടെ പോകുന്നത് മറ്റേതെങ്കിലും ഇപ്പോൾ ഒരു ഓയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അപ്പോൾ ഇവിടെ ഹെഡ് എനിക്ക് വാട്ടറിൻ്റെ ടേംസിൽ തന്നെയാണോ തന്നിട്ടുള്ളത് നോക്കുക, അത് വാട്ടറിൻ്റെ ടേംസിലാക്കണം. ഇനി അത് ലിക്വിഡ് അല്ല എന്തെങ്കിലും ഒരു ഗ്യാസ് ആണെങ്കിൽ ഓക്കെ, അവിടെ നമ്മൾ ഹെഡ് എഴുതുമ്പോൾ എയറിൻ്റെ ഹെഡ്സിൽ വേണം എഴുതാൻ. ഇൻ സം സോ ആൻഡ് സോ മീറ്റേഴ്സ് ഓഫ് എയർ എന്ന രീതിയിൽ എഴുതണം. അപ്പോൾ ഫ്ലൂയിഡ്സിൽ ലിക്വിഡ് ആണെങ്കിൽ വാട്ടറിൻ്റെ ഹെഡിലാക്കണം, എയറോ അല്ലെങ്കിൽ ആ ഫോമിലുള്ള ഗ്യാസസ് ആണെങ്കിൽ അത് എയറിൻ്റെ ഹെഡിലാക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് വാട്ടറിൻ്റെ ഹെഡിലാണ്. ദാറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, അത് മറക്കരുത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻസ് ഉണ്ടാവും. സോ എനിക്കിവിടെ H 60 mm ഓഫ് വാട്ടർ ആണെന്ന് പറഞ്ഞു. സോ 60 millimeters എന്ന് പറഞ്ഞാൽ 0.06 മീറ്റർ ഓഫ് വാട്ടർ. ഓക്കെ, SI യൂണിറ്റ് മീറ്റേഴ്സിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യുന്നു. ഇനി അവർ തന്നിട്ടുണ്ട് മീൻ വെലോസിറ്റി, അതിൻ്റെ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 0.8 ടൈംസ് ദി സെൻട്രൽ വെലോസിറ്റിയാണ്. 0.8 ടൈംസ് ദി സെൻട്രൽ വെലോസിറ്റി. ഓക്കെ, സെൻട്രൽ വെലോസിറ്റീൻ്റെ 0.8 ടൈംസ് ആണ്. സോ എന്താണ് സെൻട്രൽ വെലോസിറ്റി എന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു. എന്താണ് സെൻട്രൽ വെലോസിറ്റി? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് CV × √2GH. ഇതാണ് സെൻറ്ററിൽ കൂടെ പോകുന്ന ആക്ച്വൽ വെലോസിറ്റി. തിയററ്റിക്കൽ ആണെങ്കിൽ ഇത് കൺസിഡർ ചെയ്യേണ്ട, ആക്ച്വൽ എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. കാരണം നമുക്ക് CV വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.98. സോ ഈ ഇക്വേഷൻ എടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ 0.98 എടുക്കാതെ വെറും √2GH എഴുതിയാലും വലിയ വേരിയേഷൻ വരാൻ പോകുന്നില്ല. കാരണം 0.98 ഈസ് വെരി വെരി നിയർ ടു 1 അല്ലേ. സോ അതെന്ന് പറഞ്ഞാൽ √2GH തുല്യം തന്നെയാണ്. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ അക്യുറേറ്റ് ആയ ആൻസർ കിട്ടാൻ വേണ്ടി നമ്മൾ CV എടുക്കുന്നു, കാരണം CV വാല്യൂ തന്നിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ഗിവൺ ആസ് 0.98 ഇൻറ്റു √2 ഇൻറ്റു G ഈസ് 9.81 ഇൻറ്റു H എത്രയാണ്, 0.06 meters. എല്ലാം SI യൂണിറ്റിലാണെന്ന് ഉറപ്പ് വരുത്തുക. സോ ഐ വിൽ ഗെറ്റ് മൈ സെൻട്രൽ വെലോസിറ്റി ടു ബി 1.063 meter per second. ഇത് സൊല്യൂഷൻ ചെയ്താൽ എനിക്ക് സെൻട്രൽ വെലോസിറ്റി 1.063 meter per second ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് സെൻട്രൽ വെലോസിറ്റി എങ്കിൽ മീൻ വെലോസിറ്റി, ദിസ് ഈസ് മീൻ വെലോസിറ്റി കേട്ടോ, ദാറ്റ് ഈസ് മീൻ വെലോസിറ്റി. മീൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ 0.8 ടൈംസ് മാത്രമാണ്. സോ മീൻ വെലോസിറ്റി say V dash is equal to 0.80 times 1.063 meter per second, and you will get the value it has to be 0.850 meter per second. അപ്പോൾ ഇതാണ് നമ്മൾ മീൻ വെലോസിറ്റിയാണ് എപ്പോഴും നമ്മൾ പൈപ്പിൻ്റെ വെലോസിറ്റി എന്ന് പറയാം, ഒരിക്കലും സെൻട്രൽ വെലോസിറ്റി അല്ല പറയാം. ഓക്കെ, മീൻ ആയിട്ടുള്ള ആവറേജ് വെലോസിറ്റി എന്താണോ അതാണ് ആ പൈപ്പിൻ്റെ വെലോസിറ്റി എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയാം. അപ്പോൾ എനിക്ക് വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഡിസ്ചാർജ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ഏരിയ ഇൻറ്റു വെലോസിറ്റി ചെയ്താൽ മതി. ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ പൈപ്പിനെ ഞാൻ ഒരു സർക്കുലർ മാനറിലാണ് കാണുന്നത്. സോ ഡയമീറ്റർ ഈസ് 0.3 meters. So area will be pi/4 d square, that is 0.3 square into velocity, that is 0.850, right? അപ്പോൾ എനിക്ക് ഡിസ്ചാർജ് എത്ര കിട്ടുക, ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ you can see that I will get the discharge as 0.06
മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് എനിക്ക് ഡിസ്ചാർജ് കിട്ടും. ദിസ് ഇസ് മൈ ഫൈനൽ ആൻസർ. ഇനി അതെല്ലാം നിങ്ങൾക്ക് ലിറ്റേഴ്സിൽ വേണമെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബിക്കം 60 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് എന്നും എന്ത് ചെയ്യാം, എനിക്ക് 60 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് എന്നും പറഞ്ഞിട്ട് എനിക്ക് എഴുതാം. സോ ഇറ്റ്സ് എ വെരി ഈസി ക്വസ്റ്റ്യൻ. 1-2 പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് ഐഡിയ ഉണ്ടാക്കി വെച്ചാൽ മതി. സോ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ ഫോർ യു. സോ വി വിൽ ഗോ ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A pitot static tube placed in the center of the airflow duct of size 300 mm by 200 mm has differential U-tube manometer which shows a difference of head of 10 centimeters of water. The density of air is 1.2 kg per meter cube and 1000 kg per meter cube is for water. Calculate the air velocity and discharge through the duct. Hope you have taken down the second question, and the second question is quite interesting. ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ നമുക്കൊരു പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബ് ഉണ്ടെന്ന് പറഞ്ഞു. പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബാണ്. സോ ഇറ്റ് ഈസ് എ പ്ലേസ് അറ്റ് ദി സെൻറ്റർ ഓഫ് ആൻ എയർ ഡക്റ്റ്. എയർ ഡക്റ്റിൻ്റെ സെൻറ്റർ ആണെന്ന് പറഞ്ഞു. ആ ഡക്റ്റിൻ്റെ സൈസ് പറഞ്ഞിട്ടുള്ളത് 300 millimeters by 200 millimeters എന്നാണ് തന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് ലെങ്ത് ഇൻ ടു ബ്രെഡ്ത്ത്. അപ്പോൾ ഡക്റ്റ് ഉള്ളത് ഒരു റെക്റ്റാങ്കുലാർ ഷേപ്പ് ആണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഒരു റെക്റ്റാങ്കുലാർ ഷേപ്പിലാണ് ഡക്റ്റ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ഡക്റ്റ് ഉണ്ട്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു റെക്റ്റാങ്കുലാർ ഷേപ്പിൽ ഇറ്റ് ഗോസ് ഓൺ ഇൻഫിനിറ്റിയാണ്, അങ്ങനെ പോകുന്നുണ്ട്. സോ അങ്ങനെ ഒരു ഡക്റ്റ് ഉണ്ട്. ആ ഡക്റ്റിൻ്റെ സെൻറ്ററിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബ് വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ? നൗ അങ്ങനെ പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബ് വെക്കുമ്പോൾ അത് യൂട്യൂബ് മാനോമീറ്റർക്ക് കണക്റ്റഡ് ആണ്. കാരണം ഇതിന് 2 ഓറിഫൈസസ് ഉണ്ട്. ഒന്ന് ഇവിടെ എൻട്രീൻ്റെ അവിടെയും പിന്നെ അതിൻ്റെ ചുറ്റുവട്ടത്തും എന്തുണ്ട്, ഓറിഫൈസസ് ഉണ്ട്. അപ്പോൾ യൂട്യൂബ് മാനോമീറ്ററിൽ നോക്കുമ്പോൾ അവർക്ക് ഹെഡ് കിട്ടുന്നത് ഇറ്റ് ഈസ് 10 centimeter ഓഫ് വാട്ടർ എന്നാണ്. 10 centimeter ഓഫ് വാട്ടർ. ക്ലിയർ? അപ്പോൾ ഞാൻ ഇവിടെ ഈക്വൽ ടു എന്നിട്ടത് ഇത് ഞാൻ ഫില്ല് ചെയ്യാൻ എച്ച് ആണോ എക്സ് ആണോ എന്നുള്ളത് നമുക്ക് ക്ലാരിറ്റി വേണം. അതിപ്പോൾ തൽക്കാലം തന്ന കാര്യം എഴുതിയേക്കുക. ദാറ്റ് ഇസ് 10 centimeter ഓഫ് വാട്ടർ. ഡെൻസിറ്റി ഓഫ് എയർ ഈസ് ഗിവൺ ആസ് 1.2 kilogram per meter cube. ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് ഗിവൺ ആസ് 1000. അത് നമുക്കറിയുന്ന കാര്യമാണ്. 1000 kilogram per meter cube. കാൽക്കുലേറ്റ് ദ എയർ വെലോസിറ്റി ആൻഡ് ഡിസ്ചാർജ്. എയറിൻ്റെ വെലോസിറ്റി എന്താണെന്ന് കാണണം, ആൻഡ് ഡിസ്ചാർജ് എത്രയാണെന്ന് കാണണം. വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഡിസ്ചാർജ് കിട്ടും. ഡിസ്ചാർജ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റിയും കിട്ടാൻ എളുപ്പമാണ്. സോ ഇവിടെ നമുക്കുള്ള ആ കൺഫ്യൂസിങ് ഫാക്ടർ ഇത് തന്നത് എച്ച് ആണോ എക്സ് ആണെന്ന്. ഇപ്പം ഇത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ ദിസ് ഈസ് ആൻ എയർ ഡക്റ്റ്. എയർ പാസ് ചെയ്യുന്ന ഒരു ടണൽ. എന്തിനാ ഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടണൽ എന്ന് വേണമെങ്കിൽ പറയാം. ഡക്റ്റ്, പൈപ്പ്, ടണൽ ഇതിനൊക്കെ ചില വ്യത്യാസങ്ങളുണ്ട്, ബട്ട് ഏതാണ്ട് സിമിലർ ആണ്. സോ അപ്പോൾ ഈ ഡക്റ്റ് കൂടെ പാസ് ചെയ്യുന്നത് എന്താണ്, എയറാണ്. എയർ ഫ്ലോ ഡക്റ്റാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കൂടെ പാസ് ചെയ്യുന്നത് എയറാണ്. പക്ഷേ നമുക്കിവിടെ ഹെഡ് തന്നത് എന്തിൻ്റെ ടേംസിലാണ്, നമുക്കിവിടെ ഹെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വാല്യൂ, ഹെഡിൻ്റെ വാല്യൂ തന്നിട്ടുള്ളത് ഇറ്റ് ഈസ് 10 centimeter ഓഫ് വാട്ടർ. അപ്പോൾ ഞാൻ നേരത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞിരുന്നു ഏത് ഫ്ലൂയിഡാണോ ഫ്ലോ ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ ഇവിടെ ഒരു ലിക്വിഡാണ് ഫ്ലോ ചെയ്യുന്നിരുന്നെങ്കിൽ നമുക്ക് ഹെഡ് വാട്ടറിൻ്റെ ടേംസിൽ വേണം. അതിപ്പോൾ ഓയിലായാലും പൊതുവേ വാട്ടർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. വാട്ടർ അല്ലാതെ ഓയിലായിട്ടാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ അപ്പം നമ്മൾ എന്ത് ചെയ്യണം, എച്ച് എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു മാനോമെട്രിക് ഫ്ലൂയിഡ് ബൈ ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദാറ്റ് ഫ്ലൂയിഡ് -1 എന്ന രീതിയിൽ ഇക്വേഷൻ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഓൾറെഡി ഫ്ലൂയിഡ് ഏതാണ്, എയറിൻ്റെ ഡക്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിവിടെ ഏത് ടേംസിൽ വേണം, എയറിൻ്റെ ടേംസിൽ വേണം. പക്ഷെ തന്നത് എന്താണ്, വാട്ടറിൻ്റെ ടേംസിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിനെന്ത് ചെയ്യണം, ഞാൻ ഹെഡിനെ എയറിൻ്റെ ടേംസിലേക്ക് വെക്കണം. അപ്പോൾ ഈ തന്ന 10 centimeter എന്ന് ആക്ച്വലി പറഞ്ഞാൽ ഏതാണ്, എക്സ് ആണ്. എച്ച് ഡയറക്റ്റ് തന്നിട്ടില്ല. ഓക്കെ, അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. അപ്പോൾ എനിക്ക് എച്ച് കിട്ടാൻ എന്താ ഇക്വേഷൻ, ഇത് തന്നെ, എക്സ് ഇൻറ്റു സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദി മാനോമെട്രിക് ഫ്ലൂയിഡ് ബൈ S-1. അപ്പോൾ ഇവിടെ മാനോമെട്രിക് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ ടേംസിലാണ് നമുക്ക് ഹെഡ് തന്നത്. അപ്പോൾ അതാണ് നമ്മൾ മാനോമെട്രിക് ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നെ എടുക്കാം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഡെൻസിറ്റി എടുത്തു കഴിഞ്ഞാലും ദാറ്റ് ഈസ് റോ ജി എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്ത് പോകും. സോ എക്സ് ഇൻറ്റു സ്പെസിഫിക് ഗ്രാവിറ്റി റോ ജി, അല്ലെങ്കിൽ ഇവിടെയും റോ ഓഫ് വാട്ടർ ഇൻറ്റു എയർ, റോ ഓഫ് എയർ ഇൻറ്റു ജി വാല്യൂ ക്യാൻസൽ ചെയ്യും. സോ ഐ ക്യാൻ സേ ദാറ്റ് ഈസ് റോ ഓഫ് മാനോമെട്രിക് ഫ്ലൂയിഡ് ബൈ റോ ഓഫ് that constant -1.
ഇങ്ങനെ എഴുതാം. ഓക്കെ, സോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ 10 സെൻറ്റിമീറ്റർ ആണ്. അത് ഞാൻ SI യൂണിറ്റ് ആക്കുമ്പോൾ മീറ്റർ ആവണം. സോ ഇറ്റ് ഈസ് 0.1 meters. Density of water it is given as 1000. Density of air is given as 1.2 minus 1. This much meters of air ആണ്. ഇത് എയറിലേക്ക് ഞാൻ കൺവേർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് ദ എച്ച് വാല്യൂ ഈസ് 832.33 meters ഓഫ് എയർ. ക്ലിയർ ആണല്ലോ? അപ്പോൾ എനിക്ക് എച്ച് കിട്ടി. എച്ച് കിട്ടിക്കഴിഞ്ഞാൽ വെലോസിറ്റി വി കിട്ടാൻ എളുപ്പമല്ലേ? വി ഈസ് √2gh. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് സി വി വാല്യൂ തന്നിട്ടുണ്ടോ? സി വി വാല്യൂ തന്നിട്ടില്ല. അപ്പോൾ വേണമെങ്കിൽ സി വി വാല്യൂ ഇല്ലാതെ ആക്ച്വൽ എന്നെ തിയറട്ടിക്കൽ എന്നുള്ള അർത്ഥത്തിൽ കാണാം. ഇനി സി വി ഇട്ടാലും സി വിനെ നമുക്ക് എന്ത് ചെയ്യാം? അസ്യൂം ചെയ്യാം. ലെറ്റ് ഇറ്റ് ബി 0.98 എന്ന് പറഞ്ഞിട്ട്. സോ ദാറ്റ് ഈസ് 0.98 ഇൻറ്റു √2 ഇൻറ്റു 9.81 ഇൻറ്റു 832.33 എന്ന് പറഞ്ഞിട്ടിടാം. സോ ഫൈനലി ഐ വിൽ ഗെറ്റ് ദി ആൻസർ as So finally getting head as 832.33 meters of air. അതിനുശേഷം ഞാൻ ഈ വെലോസിറ്റി കാണുന്നു. ആൻഡ് ഇഫ് യു ആർ ഡൂയിങ് ഇറ്റ് ഇൻ ദ ഇക്വേഷൻ യു ക്യാൻ സീ ദാറ്റ് ദ വെലോസിറ്റി വാല്യൂ എന്ന് പറയുന്നത് ഐ ഗെറ്റ് ഇറ്റ് ആസ് 125.23 അപ്രോക്സിമേറ്റ് വാല്യൂ. ആക്ച്വലി തന്നെയല്ല, മീറ്റേഴ്സ് പെർ സെക്കൻഡ്. ഇതാണ് എനിക്ക് വെലോസിറ്റി ആയിട്ട് കിട്ടുന്നത്, മീൻ വെലോസിറ്റി ആയിട്ട് കിട്ടുന്നത്. സോ ഇവിടെ 9.81 പകരം നിങ്ങൾ വെറും 9.8 എന്നോ അല്ലെങ്കിൽ ഇവിടെ ഹെഡിന് 832.33 പകരം നിങ്ങളുടെ ഡെസിമൽ ചെറിയ ചേഞ്ച് ഉണ്ടെങ്കിൽ ഇവിടെയും ചെറിയ ചേഞ്ചസ് വാല്യൂ ഉണ്ടാവും. ബട്ട് 125 റേഞ്ച് ആയിട്ടായിരിക്കും എനിക്ക് എന്ത് കിട്ടുക? വെലോസിറ്റി കിട്ടുക. അപ്പോൾ ഇനി വെലോസിറ്റി കിട്ടി. അപ്പോൾ എനിക്ക് ഡിസ്ചാർജ് കാണാൻ എന്താ? ഏരിയ ഇൻറ്റു വെലോസിറ്റി. നൗ വെലോസിറ്റി എത്രയാണ്? ദാറ്റ് ഈസ് 125.23. ഇനി ഏരിയ കാണാൻ ഇവിടെ ഏതാണ്? ഒരു റെക്റ്റാങ്കുലാർ ഡക്റ്റാണ് തന്നത്, സർക്കിളല്ല അല്ലേ? പൊതുവേ നമ്മൾ പൈപ്പ്സ് ആകുമ്പോൾ സർക്കിളാണ് എടുക്കുക. ഇവിടെ ഡക്റ്റാണ്, അത് റെക്റ്റാങ്കുലാർ ഷേപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഇവിടെ ലെങ്ത് എന്ന് പറഞ്ഞത് 300 millimeter എന്നാണ് പറഞ്ഞത്. സോ മീറ്ററിൻ്റെ ടേംസിൽ ഇറ്റ് ഈസ് 0.3 meters. 200 millimeters എന്ന് പറഞ്ഞാൽ 0.2 meters ആണ്. അപ്പോൾ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 0.06 meter square. ദാറ്റ് ഈസ് ദി ഏരിയ. സോ ആ ഏരിയ ഞാൻ 0.06 meter square ഇൻറ്റു 125.23 meter per second. ദിസ് ഈസ് മീറ്റർ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ മീറ്റർ സ്ക്വയർ ഇൻറ്റു മീറ്റർ പെർ സെക്കൻഡ് ഈസ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അതായത് ഡിസ്ചാർജിൻ്റെ യൂണിറ്റ് തന്നെ. 0.06 ഇൻറ്റു 125.23 will give me the value 7.51 meter cube per second. അപ്പോൾ ഡിസ്ചാർജ് കാണാൻ പറഞ്ഞു, ഞാൻ ഡിസ്ചാർജ് കണ്ടു. വെലോസിറ്റി കാണാൻ പറഞ്ഞു, ഞാൻ വെലോസിറ്റിയും കണ്ടു. So that is the solution for this second problem. So here is our third question. A submarine moves horizontally in the sea and has its axis below the water surface. A pitot tube is properly placed just in front of the submarine and along its axis is connected to two limbs of U-tube containing mercury. Find the speed of submarine if the difference in mercury level is found to be 170 millimeters. Take the specific gravity of seawater as 1.025. Hope you have taken down the third question. ഇതൊരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ക്വസ്റ്റ്യൻ കണ്ടിട്ട് നിങ്ങൾ പേടിക്കാൻ നിൽക്കരുത്. വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു വാട്ടർ ലെവൽ ഉണ്ട്, അതായത് സീ വാട്ടറിൻ്റെ ലെവൽ ഇതാ ഇവിടെയാണ്. ഇതാണ് വാട്ടറിൻ്റെ ലെവൽ, സീ വാട്ടർ. ഇതിൻ്റെ അടിയിൽ സീ വാട്ടർ. അപ്പോൾ ഇതിൻ്റെ താഴെ ഒരു സബ്മറൈൻ ഉണ്ട്, ഒരു മുങ്ങിക്കപ്പൽ. ഓക്കെ, അപ്പോൾ മുങ്ങിക്കപ്പൽ വാട്ടറിൻ്റെ സർഫസിൽ നിന്ന് ആക്സിസ് താഴേക്ക് ആക്കിയിട്ടാണ് എന്ത്? ഹൊറിസോണ്ടലി ബിലോ ദി വാട്ടർ ലെവൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ഇതാണ്, വാട്ടർ ലെവലിൻ്റെ താഴെ ഹൊറിസോണ്ടലി ആയിട്ടാണ്. അപ്പോൾ ഇതാണ് മുങ്ങിക്കപ്പൽ നിങ്ങൾ സങ്കല്പിക്കുക തൽക്കാലം. ഇതാണ് എൻ്റെ മുങ്ങിക്കപ്പൽ. വാട്ടർ ലെവലിൽ നിന്ന് സബ്മറൈൻ മൂവ്സ് ഹൊറിസോണ്ടലാണ് ഇൻ ദ സീ ആൻഡ് ഹാസ് ഇറ്റ്സ് ആക്സിസ് ബിലോ ദി വാട്ടർ ലെവൽ അല്ലെങ്കിൽ വാട്ടർ സർഫസ്. എന്നിട്ട് പറയുന്നത് ഒരു പിറ്റോട്ട് ട്യൂബ് ഇതിൻ്റെ മുമ്പിലായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പിറ്റോട്ട് ട്യൂബ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ലെറ്റ് ദിസ് ബി ദ പിറ്റോട്ട് ട്യൂബ്. ഇതിൻ്റെ മുമ്പിൽ ഒരു പിറ്റോട്ട് ട്യൂബ് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സബ്മറൈൻ്റെ മുന്നിൽ. ആൻഡ് ഈ പിറ്റോട്ട് ട്യൂബിലേക്ക് ഒരു യൂട്യൂബ് മാനോമീറ്റർ കണക്റ്റഡ് ആണ്. എന്നിട്ട് ആ യൂട്യൂബ് മാനോമീറ്റർ കണക്ട് ചെയ്തതിന് ശേഷം
മെർക്കുറി ആണ് ആ യൂട്യൂബ് മാനോമീറ്ററിലുള്ളത്. അപ്പോൾ ഹെഡായിട്ട് കിട്ടിയിട്ടുള്ളത് ഇറ്റ് വാസ് 170 millimeters. ആ മെർക്കുറി ആയതുകൊണ്ട് തന്നെ 170 millimeters ഓഫ് മെർക്കുറി ആണെന്ന് നമുക്കറിയാം. അത് പ്രത്യേകിച്ച് എടുത്ത് പറയണ്ട, കാരണം അതിൽ മെർക്കുറി ആണെന്നുള്ളത് പറഞ്ഞു. പിന്നെ ഹെഡ് 170 ആണ് അതിൽ റീഡിങ് കാണുന്നതെന്ന് പറഞ്ഞു. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് 170 mm ഓഫ് HG. So now they are asking us to find the speed of the submarine. ഈ സബ്മറൈൻ്റെ വെലോസിറ്റി എന്താണ്, എത്ര സ്പീഡിലാണ് ഇത് പോകുന്നത്? കാരണം ഹെഡ് കാണിക്കുന്നത് 170 ആണ് മെർക്കുറിയുടെ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വെലോസിറ്റി എത്രയാണെന്ന് പറഞ്ഞു. മാത്രമല്ല ഇതിപ്പോൾ സീ വാട്ടർ കൂടിയാണല്ലോ പോണത് അല്ലേ? സീ വാട്ടറിന് കടലിൻ്റെ അടിയിലാണ്, അപ്പോൾ കടലത്തെ വെള്ളമാണ്. അപ്പോൾ സീ വാട്ടറിൻ്റെ ഡെൻസിറ്റി അല്ല, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സീ വാട്ടർ ഇറ്റ് ഈസ് ഗിവൺ ആസ് 1.025 എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് അവർ ചോദിക്കുന്നത് വെലോസിറ്റി കാണാനാണ്. സോ എങ്ങനെ ഇത് കാണുക? വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ള പിറ്റോട്ട് ട്യൂബ് വെച്ചാൽ ഇറ്റ് ഈസ് √2gh എന്നാണ് അല്ലേ? വെലോസിറ്റി. അപ്പോൾ വേണമെങ്കിൽ ഇവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി ഉണ്ടെന്ന് സങ്കല്പിക്കാം, അല്ലെങ്കിൽ ഇല്ലാന്ന് സങ്കല്പിക്കാം. ഞാനിപ്പോൾ ഇവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി ഇല്ല, അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി 1 ആണ് സങ്കല്പിക്കുക. ഓക്കെ, നിങ്ങൾ 0.98 എടുത്താലും പ്രശ്നമല്ല കേട്ടോ, നോ പ്രോബ്ലം. നൗ ഇൻ ദിസ് പ്രോബ്ലം ഐ എം ടേക്കിംഗ് ഇറ്റ് ആസ് 1. സോ സി വിയുടെ വാല്യൂ 1 ആണെങ്കിൽ സി വി ഇല്ലാത്തതിനും തുല്യമാണ്. ദാറ്റ് ഈസ് √2gh എന്നാണ് വരിക. 2 കോൺസ്റ്റന്റ് വാല്യൂ, g 9.81, പിന്നെ ഏതാണ്? h ആണ്. അപ്പോൾ h ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് തന്നത് എന്താ? 170 mm ഓഫ് HG എന്നാണ് തന്നിട്ടുള്ളത്, മെർക്കുറിയുടെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ എന്തെങ്കിലും ലിക്വിഡ് ഫോമിലാണെങ്കിൽ അത് വാട്ടറിൻ്റെ ഫോമിൽ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വാട്ടറാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് ഉള്ള റീസണിലാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ പോകുന്ന ഫ്ലൂയിഡ് ഏതാണ്? സീ വാട്ടറാണ് അല്ലേ? സീ വാട്ടറാണ് പോകുന്നതെങ്കിൽ ആ സീ വാട്ടറിൻ്റെ ടേംസിൽ എനിക്കിവിടെ കിട്ടണം. ഓക്കെ, സീ വാട്ടറിൻ്റെ ടേംസിൽ എനിക്കിവിടെ കിട്ടണം. അതല്ല എങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഈ വാല്യൂ എക്സ് ആണെന്നുള്ളത് മനസ്സിലാക്കുക, എന്നിട്ട് അതിൽ നിന്ന് എച്ച് കാണണം. എച്ച് കാണാൻ എങ്ങനെ? എക്സ് ഇൻറ്റു മാനോമെട്രിക് ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഡിവൈഡഡ് ബൈ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ ഫ്ലോയിങ് ഫ്ലൂയിഡ് -1 എന്ന് പറഞ്ഞിട്ട് എടുക്കാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ എക്സ് വാല്യൂ ഇത്ര 170 millimeter ആണ്. സോ ദാറ്റ് ഈസ് 0.17 ഇൻറ്റു മാനോമെട്രിക് ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി പറഞ്ഞാൽ അതായത് മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്, ദാറ്റ് ഈസ് 13.6. അത് നമ്മൾ കാണാപ്പാടം പഠിച്ചിരിക്കണം. divided by specific gravity of the flowing fluid which is sea water, that is 1.025. it is given in the question, and -1. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് h വാല്യൂ കിട്ടും. ആൻഡ് ഇഫ് യു ആർ ഡൂയിങ് ദിസ് ഇൻ കാൽക്കുലേറ്റർ, എച്ച് ഇപ്പോൾ ഇത് എന്തിൻ്റെ ടേംസിലാണ്? ഇൻ ദാറ്റ് മച്ച് മില്ലിമീറ്റർ ഓഫ് സീ വാട്ടർ ആണ് അല്ലേ? ഐ മീൻ ദാറ്റ് മച്ച് മീറ്റേഴ്സ് ഓഫ് സീ വാട്ടർ ആണ്. അപ്പോൾ ഈ വാല്യൂ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ വാല്യൂ കിട്ടും, വാട്ട് എവർ ഇറ്റ് ഈസ്. ഇപ്പോൾ ഇതാണ് നമ്മുടെ എച്ചിൻ്റെ വാല്യൂ. അപ്പോൾ ഈ വാല്യൂ നേരെ കൊണ്ടുപോയിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ഐ വിൽ ഗെറ്റ് v is equal to √2 into g is 9.81 into 0.17 ഈ ടേം into 13.6 by 1.025 -1. ഇത് മൊത്തം എന്താണ്? സ്ക്വയർ റൂട്ടിനുള്ളിലാണ്. അപ്പോൾ നിങ്ങളിത് കാൽക്കുലേറ്ററിൽ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ you can see that the velocity is 6.4 meter per second. കണ്ടോ, നമുക്ക് ആകെ ഹെഡിൻ്റെ ഡിഫറൻസ് പിറ്റോട്ട് ട്യൂബിൽ കിട്ടിയപ്പോഴേക്ക് നമുക്ക് ഈ സബ്മറൈൻ്റെ വെലോസിറ്റി കാണാൻ എന്ത് ചെയ്തു? നമുക്ക് പറ്റി. ഇനിയിപ്പോൾ ഇതിൻ്റെ ഡിസ്ചാർജ് ചോദിച്ചിരുന്നെങ്കിൽ നമ്മൾ ഈ സബ്മറൈൻ ഒന്നെങ്കിൽ അത് സർക്കുലർ മാനറിൽ ഡയമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ല ഇതൊരു ഷേപ്പ് എന്താണോ, അപ്പോൾ സബ്മറൈൻ്റെ ഷേപ്പ് കറക്റ്റ് സർക്കുലർ ആണെന്നോ അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ഷേപ്പ് എന്ന് പറയാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് അവർ ഡിസ്ചാർജ് വെക്കുന്നത്. ഇതൊരു ആപ്ലിക്കേഷൻ ടൈപ്പ് പ്രോബ്ലമാണ്, പക്ഷെ വളരെ എളുപ്പമാണ്. ഈ ഒരൊറ്റ ഇക്വേഷൻ മതി. അതിൽ എച്ചിൻ്റെ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കുക, അത് നേരെ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ആൻസറായി. സോ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ ഇങ്ങനത്തത് നിങ്ങൾക്കൊരു ആ പാർട്ട് എയിലെ ചോദ്യമായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, ഉറപ്പില്ല. പക്ഷെ ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ പേടിക്കരുത്. ഓക്കെ, നൗ വി വിൽ സീ വൺ മോർ പ്രോബ്ലം ആൻഡ് വൈൻഡ് അപ്പ് ദ പിറ്റോട്ട് ട്യൂബ് പ്രോബ്ലംസ്. സോ ദിസ് ഇസ് അവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എ പിറ്റോട്ട് ട്യൂബ് ഈസ് മൗണ്ടഡ് ഓൺ ആൻ എയർപ്ലെയിൻ to indicate the relative speed of the plane. The plane is traveling at the speed of 300 kilometers per hour. What difference in pressure intensity will the instrument register when the wind is blowing at 65 kilometers per hour against the direction of motion of the airplane? Take the density of air as 1.2 meter cube per kilogram and coefficient of pitot tube as 0.982. ഒരു വിമാനം
ഒരു വിമാനമുണ്ട്. ഓക്കെ, റഫ് ഡയഗ്രാം ആക്കിയിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ. ഒരു വിമാനമുണ്ട്. അപ്പോൾ ആ വിമാനം അത് പോകുന്നത് എത്ര സ്പീഡിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദ റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് അറ്റ് എ സ്പീഡ് ഓഫ് സേ 300 km/h. 300 km/h എന്ത് ചെയ്യുന്നുണ്ട്, ആ വിമാനം പറക്കുന്നുണ്ട്. സോ ഇതിപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിക്കാണ് പറക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ വിമാനത്തിന് മുമ്പിലായിട്ട് ഒരു പിറ്റോട്ട് ട്യൂബ് ഉണ്ടെന്ന് പറയുന്നു. സോ ദാറ്റ് ടു ഐഡൻറ്റിഫൈ ദി സ്പീഡ് ഓഫ് ദി പ്ലെയിൻ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് എന്താ വെച്ചാൽ, വാട്ട് ഈസ് ദ പ്രഷർ ഡിഫറൻസ്, പ്രഷർ ഇൻറ്റൻസിറ്റി ഡിഫറൻസ് എന്താണെന്നാണ് നമ്മളോട് കാണാൻ പറയുന്നത്. ബിക്കോസ് ഇതിനെതിരായിട്ട് വിൻഡ് ബ്ലോ ചെയ്യുന്നുണ്ട്, കാറ്റ് എതിരെ ബ്ലോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 65 km/h. ഓക്കെ, അപ്പോൾ നല്ല ശക്തമായ കാറ്റ് തന്നെ. 65 km/h എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആലോചിച്ചാൽ മതി, ഒരു വണ്ടി ഓടുമ്പോൾ 60-ൽ പോകുമ്പോഴുള്ള സ്പീഡ് തന്നെയാണ് കാറ്റ്. സോ അത്യാവശ്യം നല്ല കാറ്റ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇതിനെതിരെയാണ്, ഈ പോകുന്ന ഫ്ലൈറ്റിന് എതിരെയായിട്ട് അതിനൊരു റെസിസ്റ്റിംഗ് ഫോഴ്സായിട്ട് ഒരു കാറ്റും എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലോ ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പ്രഷർ ഡിഫറൻസ് എത്രയാണെന്ന് നമ്മളോട് കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. കാരണം അങ്ങനെ പ്രഷർ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കിയാൽ അതിനനുസരിച്ച് ഈ ബോഡി ഡിസൈൻ ചെയ്യാനും ഇതിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ പ്രിപ്പയർ ചെയ്യാനും ഒക്കെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ വേറെ ലെവലിലേക്കാണ്. അപ്പോൾ ഇവിടെ നമ്മളോട് ജസ്റ്റ് പ്രഷർ ഡിഫറൻസ് എന്താണെന്ന് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല അവർ ഒന്നുകൂടെ 2-3 കാര്യങ്ങൾ ആഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഡെൻസിറ്റി ഓഫ് എയർ ഈസ് ഗിവൺ as 1.2 m3/kg. ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് ദി പിറ്റോട്ട് ട്യൂബ്, ദാറ്റ് ഈസ് കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി ആണ്. പിറ്റോട്ട് ട്യൂബിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി, ദാറ്റ് ഈസ് ഗിവൺ as 0.982 എന്ന് നമുക്ക് കൃത്യമായിട്ട് വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാന്നുള്ളത് നോക്കുക. സോ പ്രഷർ ഡിഫറൻസ് കാണാനാണ്. സോ ആദ്യം നമുക്ക് റിലേറ്റീവ് സ്പീഡ് എത്രയാണെന്ന് ഉള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ എയർപ്ലെയിനിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദി പ്ലെയിൻ is given as 300 km/h ആണല്ലോ. സോ km/h നമ്മൾ SI യൂണിറ്റ് m/s ആണ്. അപ്പോൾ m/s എങ്ങനെയാക്കുക, 300 ഇൻറ്റു കിലോമീറ്ററിന് മീറ്റർ ആക്കുമ്പോൾ ദാറ്റ് വിൽ ബിക്കം ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ഇത് പെർ ഹവർ ആണ്. അതിനെ നമ്മൾ പെർ സെക്കൻഡ് ആക്കുമ്പോൾ ദാറ്റ് ഈസ് 60, ഒരു മിനിറ്റ് ആവും. പിന്നെ ഇതാക്കുമ്പോൾ സെക്കൻഡ് ആവും. സോ 300 ഇൻറ്റു 1000 ഡിവൈഡ് ബൈ 3600 ആണ്. സോ ദിസ് മച്ച് m/s. സോ ഐ വിൽ ഗെറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 83.33 m/s. അതുപോലെ വെലോസിറ്റി ഓഫ് ദിസ് വിൻഡ് എയർ, വെലോസിറ്റി ഓഫ് എയർ, തിരിച്ചുള്ള എയറിൻ്റെ വെലോസിറ്റി 65 km/h ആണ്. അപ്പോൾ അതും ഇതുപോലെ തന്നെ 65 കിലോമീറ്ററിന് മീറ്റർ ആക്കുമ്പോൾ ഇൻറ്റു 1000, പെർ ഹവറിന് പെർ സെക്കൻഡ് ആക്കുമ്പോൾ 60 ഇൻറ്റു 60. സോ ഐ വിൽ ഗെറ്റ് ദി ആൻസർ ആസ് 18.06 m/s. ഓക്കെ, ഇനി വളരെയധികം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ എയർപ്ലെയിൻ ഇങ്ങോട്ടേക്ക് 300 km സ്പീഡിൽ വരുന്നു, തിരിച്ച് എയർ ഇങ്ങോട്ടേക്ക് അടിക്കുന്നത് എന്ത് സ്പീഡിലാണ്, 65-ലാണ്. സോ നെറ്റ് റിസൾട്ടൻ്റ് ആയിട്ടുള്ള സ്പീഡ് ഈ ഒരു പിറ്റോട്ട് ട്യൂബിൽ നോക്കുമ്പോൾ എത്രയാണ് വരിക, 300 - 65 എന്നാണോ വരിക? അല്ല, 300 + 65. കാരണം നിങ്ങൾ ആലോചിച്ചാൽ മതി, ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു ട്രെയിൻ ഇവിടുന്ന് ഇങ്ങനെ വരുന്നു, ഇപ്പോൾ ഒരു ട്രെയിൻ ഇവിടുന്ന് ഇങ്ങനെ വരുന്നു, മറ്റൊരു ട്രെയിൻ ഇങ്ങനെ വരുമ്പോൾ അതിങ്ങനെ തമ്മിൽ പാസ് ചെയ്യുമ്പോഴേക്ക് തമ്മിലുള്ള സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയും സ്പീഡിനെ ആഡ് ചെയ്താൽ കിട്ടുന്നതാണ്. നമ്മൾ +2 ഫിസിക്സിൽ പഠിച്ചതാണ്. അതിൻ്റെ റിലേറ്റീവ് സ്പീഡ് തമ്മിൽ കാണുമ്പോൾ സ്പീഡ് കൂടും. അതേസമയം രണ്ടും ഒരേ ഡയറക്ഷനിലാണ്, ഇത് 100-ലും ഇത് 80-ലാണ് പോകണമെങ്കിൽ ഇവർ തമ്മിലുള്ള സ്പീഡ് റിലേഷൻ എന്ന് പറഞ്ഞാൽ 20 മാത്രമേ ഉള്ളൂ. അതേ കൺസെപ്റ്റ് പ്രകാരം ഇവിടുന്ന് 300 ഇങ്ങോട്ടും 65 ഇങ്ങോട്ടും അടിച്ചാൽ ആ പിറ്റോട്ട് ട്യൂബിനെ സംബന്ധിച്ചിടത്തോളം മൊത്തം 365 km/h ആണ് അല്ലേ. അപ്പോൾ നമ്മൾ m/s കണ്ടു. സോ റിലേറ്റീവ് സ്പീഡ് എത്രയാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി എത്രയെന്ന് ചോദിച്ചാൽ, ദാറ്റ് ഈസ് 83.33 + 18.06, ദാറ്റ് മച്ച് m/s. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 101.39 m/s. ഇതാണ് റിലേറ്റീവ് സ്പീഡ് അറ്റ് ദാറ്റ് പിറ്റോട്ട് ട്യൂബ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് ഓൾറെഡി അറിയാം വെലോസിറ്റി ഇൻ എ പിറ്റോട്ട് ട്യൂബ് ഈസ് CV × √2GH എന്നാണ്. അതിൽ ഈ വെലോസിറ്റി നമുക്ക് കിട്ടിയാണ് എത്രയാണ്, 101.39 ഈസ് ഈക്വൽ ടു CV വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ടു ബി ടേക്കൺ as 0.982 ×
2 ഇൻറ്റു ജി ഈസ് 9.81. എച്ച് വാല്യൂ നമുക്ക് തന്നിട്ടില്ല, അപ്പോൾ ഞാൻ എച്ച് അങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എനിക്ക് കിട്ടാത്തത് ഏതാണ്? എച്ച് വാല്യൂ മാത്രമാണ് കിട്ടാനുള്ളത്. സോ ഞാനിതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് മൈ എച്ച് വാല്യൂ ഈസ് ഈക്വൽ ടു 543.34 മീറ്റേഴ്സ് ഓഫ് എയർ. കാരണം എന്താ, ഇവിടെ വെലോസിറ്റി പറയുമ്പോൾ എയറിനെ കൂടെ പാസ് ചെയ്യുന്ന വെലോസിറ്റിയാണ്, ഇവിടെയും വിൻഡ് എന്ന് പറഞ്ഞാൽ എയറിൻ്റെ വെലോസിറ്റിയാണ്. അപ്പോൾ ഈ കിട്ടുന്ന ഹെഡ് എന്ന് പറഞ്ഞാൽ എയറിൻ്റെ ടേംസിലുള്ള ഹെഡാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുള്ളത് എന്താ? പ്രഷർ ഡിഫറൻസ് കാണാനാണ്. സോ പ്രഷർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ എന്താ? റോ ജി എച്ച് അല്ലേ? നമ്മൾ ഹൈഡ്രോസ്റ്റാറ്റിക് ലോ പ്രകാരം പഠിച്ചതായിരുന്നു റോ ജി എച്ച് ആണ്. സോ റോ എന്ന് പറയുമ്പോൾ ഇവിടെ എയറിൻ്റെ റോ ആണ് എടുക്കേണ്ടത്. എയറിൻ്റെ റോ ക്വസ്റ്റ്യനിൽ തന്നിക്കുന്നത് 1.2 ആണ്. അത് വാട്ടറിൻ്റെ കൊണ്ടുപോയിട്ട് എടുക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. സോ എയറിൻ്റെത് 1.2 ആണ്, ജി വാല്യൂ ഈസ് 9.81 ആൻഡ് എച്ച് വാല്യൂ നമുക്കിവിടെ കിട്ടി, ദാറ്റ് ഈസ് 543.34 മീറ്റേഴ്സ് ഓഫ് എയർ അല്ലേ? ദാറ്റ് ഈസ് ഡെൽറ്റ പി. സോ ഇഫ് യു ആർ സോൾവിങ് ദിസ് യു ക്യാൻ സീ ദാറ്റ് ഡെൽറ്റ പി വാല്യൂ നമുക്ക് എസ് ഐ യൂണിറ്റിലാണ്, എല്ലാം എസ് ഐ യൂണിറ്റിലാക്കിയിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് 6396.2. പ്രഷറാണ്, ദാറ്റ് ഈസ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇതാണ് നെറ്റ് ചേഞ്ച് ഇൻ പ്രഷർ, ദാറ്റ് ദിസ് മച്ച് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നോ അല്ലെങ്കിൽ ഇത്രയും പാസ്കൽ എന്നോ കിട്ടും. സോ വി ഹാവ് ഡൺ എ വെരി ഫ്യൂ പ്രോബ്ലംസ് ഇൻ പിറ്റോട്ട് ട്യൂബ് ആൻഡ് പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്താൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് കാണാം. എല്ലാ പ്രോബ്ലംസും നമുക്ക് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ കഴിയില്ല, കാരണം അത് വളരെയധികം ലെങ്ത് ആയിട്ട് മാറും. സോ ബാക്കി കുറച്ച് പ്രോബ്ലംസ്, സിമിലർ പ്രോബ്ലംസോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ലെവൽ കൂടിയ പ്രോബ്ലംസോ നിങ്ങൾ എന്ത് ചെയ്യുക, സ്വയം വർക്കൗട്ട് ചെയ്തിട്ട് നിങ്ങൾ കാണുക. സോ എക്സാമിന് നിങ്ങൾക്ക് 50-50 ആണ്. ചിലപ്പോൾ ചോദിച്ചേക്കാം, ചിലപ്പോൾ ചോദിക്കാതിരിക്കാം. ഇതുവരെ പിറ്റോട്ട് ട്യൂബിൽ നിന്ന് പ്രോബ്ലംസ് വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അത് ചോദിക്കാൻ സാധ്യത ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അല്ല, നേരെ തിരിച്ചും നമുക്ക് പറയാം, ഇതുവരെ പിറ്റോട്ട് ട്യൂബിലെ ക്വസ്റ്റ്യൻ ചോദിക്കാത്തതുകൊണ്ട് ഇപ്രാവശ്യവും ചോദിക്കില്ല എന്നും വേണമെങ്കിൽ പറയാം. സോ ഇറ്റ് ഈസ് ബെറ്റർ ഡോണ്ട് സ്കിപ്പ് ദീസ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ്. 1-2 പ്രാവശ്യം നിങ്ങൾ 1-2 പ്രോബ്ലംസ് നിങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിച്ചാൽ യു വിൽ ബി കോൺഫിഡൻറ്റ് ഇൻ ഡൂയിങ് such problems. So that's all for today's video from Pitot Tube. Thank you all for your patient listening.